വിശദമായ വാർത്തകളിലേക്ക്. നെടുമ്പാശ്ശേരിയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. പരിശീലന പറക്കലിനിടെയാണ് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിന്റെ റൺവേ താൽക്കാലികമായി അടച്ചു. ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്താണ് സംഭവിച്ചത്? ആശങ്കാജനകമായ സാഹചര്യങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? രഞ്ജിത്ത്, ഇതിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യമില്ല. കാരണം പ്രത്യേകിച്ച് ഇത് നമ്മൾ പറയുന്ന പോലെ നെടുമ്പാശ്ശേരി എന്ന് പറയുമ്പോൾ അതിനൊരു വിശാലാർത്ഥത്തിൽ വിമാനത്താവളം എന്ന രീതിയിൽ കാണേണ്ടതില്ല. വിമാനത്താവളത്തിന്റെ പുറത്ത് കോസ്റ്റ് ഗാർഡിന്റേതായ ഒരു ഹാങ്ങറും മറ്റു അവരൊരു ലാൻഡിംഗ് സൗകര്യങ്ങളും അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അവിടെയായിരുന്നു അപകടം ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയുന്ന 3 പേരായിരുന്നു ഇതിൽ ഉണ്ടായിരുന്ന. കോസ്റ്റ് ഗാർഡിന്റെ പതിവ് പരിശീലന പറക്കലിനിടെയായിരുന്നു 12:25 ആ സമയത്തോടുകൂടിയായിരുന്നു ഈ ഹെലികോപ്റ്റർ താഴേക്ക് വരുന്നത്. ലാൻഡിങ്ങിനിടെ സംഭവിച്ച പിഴവ്, പരിശീലനത്തിനിടെ സംഭവിച്ച പിഴവ് മൂലമാണ് ഈ വിമാനം ഹെലികോപ്റ്റർ അപകടം ഉണ്ടാകുന്നത്. 3 പേരും രക്ഷപ്പെട്ടു. വലിയ രീതിയിൽ ഗുരുതര സ്വഭാവമുള്ള പരിക്കുകളല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാളുടെ പരിക്ക് മാത്രമേ അല്പം ഗുരുതര സ്വഭാവമുള്ളൂ. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനോ അതിന് പുറത്തുള്ള കോസ്റ്റ് ഗാർഡിന്റെ ഈ ഹാങ്ങർ സംവിധാനങ്ങൾക്കോ ഒന്നും തന്നെ ഇല്ല എന്നാണ് കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. ഇന്ന് പരിശീലന പറക്കലിനിടെ, പതിവുള്ള പരിശീലന പറക്കലിനിടെ അത് തിരിച്ച് അവരുടെ ബേസിലേക്ക്, കോസ്റ്റ് ഗാർഡിന്റെ നെടുമ്പാശ്ശേരിയുള്ള അവരുടെ മാത്രമായ ബേസിലേക്ക് തിരിച്ച് ഇറങ്ങവെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ലാൻഡിംഗിലെ പിഴവ് എന്നാണ് പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കുന്നത്. വിവരങ്ങളുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്തിൽ റൺവേ അടച്ചു എന്ന വിവരങ്ങളുണ്ട്. അത് എപ്പോഴേക്ക് ആ പ്രശ്നം പരിഹരിക്കാനാകും? വിമാനങ്ങൾ വൈകുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നിലവിൽ ഈ ഒരു കാഷ്വാലിറ്റി കാരണം തൊട്ടടുത്ത വിമാനത്താവളത്തിന്റെ ഒരു ഔട്ടർ സൈഡ് എന്ന് പറയുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അതിന്റെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ ഒരു പ്രോട്ടോകോൾ കണക്കിലെടുത്തുമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇവിടെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഇത് തുറന്നു കൊടുക്കും. മറ്റ് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇതുമൂലം മറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതിന് അവരുടെ ഒരു റിപ്പോർട്ടിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ ഇത് തുറന്നു കൊടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഭീഷണികളും ഇല്ല എന്നാണ് സിയാലിന്റെ വൃത്തങ്ങളും അറിയിക്കുന്നത്. ഈ വിമാനം ഇപ്പോൾ തൊട്ടടുത്ത ഒരു ഹെലികോപ്റ്റർ തകരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടിയന്തര സാഹചര്യവും അതിന്റെ പ്രോട്ടോകോളും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് അങ്ങനെ ഒരു അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ അത്തരം സാഹചര്യങ്ങളില്ല. നിലവിൽ ഉണ്ടായിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിന്റെ പരിശീലന പറക്കലിനിടെ ഈ ഹെലികോപ്റ്റർ താഴേക്ക് പതിക്കുകയായിരുന്നു. ലാൻഡിംഗിലായിരുന്നു അപകടം ഉണ്ടായിരുന്നത്. ഇതിൽ ഉണ്ടായിരുന്ന 3 പേരും പരിക്കുകളോടെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. രഞ്ജിത്ത്, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്തയിലേക്ക്. തൃപ്പൂണിത്തുറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തയാൾ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ SIക്ക് സസ്പെൻഷൻ. വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഹിൽ പാലസ് SI ജിമ്മി ജോസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇരുമ്പനം സ്വദേശി മനോഹരന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. ഇരുമ്പനം കർഷക കോളനി റോഡിൽ രാത്രി 9 മണിയോടെയാണ് സംഭവമുണ്ടായത്. വാഹന പരിശോധനയ്ക്കെത്തിയ തൃപ്പൂണിത്തുറ പോലീസ് കൈകാണിച്ചപ്പോൾ ബൈക്ക് നിർത്തിയില്ലെന്നാരോപിച്ച് 53-കാരനായ മനോഹരനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷിയായ രമ ന്യൂസ് 18നോട് പറഞ്ഞു. പോലീസ് അടിച്ച് നല്ല അടിയെന്ന് വെച്ചാൽ നല്ല കാറ തീർന്നുള്ള അടിയാ സാർ അടിച്ചത്. ഇങ്ങനെ ആയ എന്ത് ചെയ്യും? അവശനിലയിലായ മനോഹരനെ വലിച്ചിഴച്ചാണ് ജീപ്പിൽ കയറ്റിയതെന്നും ദൃക്സാക്ഷികൾ. വണ്ടി നിർത്തിയില്ലെന്നും പറഞ്ഞാണ് കസ്റ്റഡിയിലെടുത്ത മനോഹരൻ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് രക്തപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ കുഴഞ്ഞു വീണു. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനിടെ മരണം സംഭവിച്ചു. സംഭവത്തിൽ വിശദാന്വേഷണം നടത്തണമെന്ന് കെ ബാബു MLA. മനോഹരന്റെ കുടുംബത്തിനും ജനങ്ങൾക്കും ബോധ്യമാകത്തക്ക വിധത്തിൽ ഒരു അന്വേഷണം വേണം. ആവശ്യപ്പെട്ടപ്പോൾ വാഹനം നിർത്താതിരുന്നതിന് പിഴ ചുമത്താനാണ് മനോഹരനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നതെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ SI ജിമ്മി ജോസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ തൃക്കാക്കര ACPയോട് റിപ്പോർട്ട് തേടി. വിശദമായ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് DYSP പൈസിനെ ചുമതലപ്പെടുത്തി. സ്പെയർ പാർട്സ് കച്ചവടക്കാരനായ മനോഹരൻ ഇരുമ്പനത്ത് കട നടത്തിവരികയായിരുന്നു. ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് മനോഹരന്റെ കുടുംബം. പോലീസ് റോഡിൽ വെച്ച് മുഖത്തടിച്ചപ്പോൾ തന്നെ മനോഹരൻ അവശനിലയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷി മൊഴികൾ. അതിനു പുറമെ പോലീസ് സ്റ്റേഷനിൽ വെച്ചും മനോഹരന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നോ എന്ന് വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകണം. മനോഹരന് നീതി ലഭ്യമാക്കണം. അതിന് സുതാര്യമായ അന്വേഷണമാണ് ആവശ്യം. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി.
മനോഹറിന്റെ മൃതദേഹം അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂരിലേക്ക് കൊണ്ടുപോകും. ഇതിനിടെ കുറ്റക്കാരായ മുഴുവൻ പേർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിരാഹാര സമരം ആരംഭിച്ചു. ഈ കുറ്റവാളികളായ 4 പോലീസുകാരെയും സർവീസിൽ നിന്നും അടിയന്തരമായി സസ്പെൻഡ് ചെയ്ത് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുവരെ നിരാഹാര സമരമാണ് ജനങ്ങൾ ഇവിടെ ജനകീയ സമിതിയുണ്ട്. അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഞാനിപ്പോൾ നിരാഹാരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസ് ആണ് നിരാഹാരം നടക്കുന്നത്. അതുകൂടാതെ തന്നെ ജനകീയ സമിതിയിലെയും അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളുണ്ട്. അദ്ദേഹമെല്ലാം അവരുടെ ബന്ധുക്കളാണ്. അവരും നിരാഹാരം ഞങ്ങളോടൊപ്പം തന്നെ ഇരിക്കുകയാണ്. ഇതിന് നീതി കിട്ടുന്നവരെ, മനോഹരന്റെ മരണത്തിന് നീതി, 2 പിഞ്ചു കുട്ടികളടക്കം കുടുംബം വഴിയാധാരമാക്കിയ ഈ പോലീസ് നരതാമന്മാരാണ് ഇവന്മാര് മർദ്ദനം, അത്തരത്തിലുള്ള മർദ്ദനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ മരണം സംഭവിച്ചിട്ടുള്ളത്. 100% വ്യക്തമാണ്. ഇവരെ എന്ത് മറച്ചു വെച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഇത് ജുഡീഷ്യൽ അന്വേഷണമോ അല്ലെങ്കിൽ ഇതിന്റെ ഉന്നതാധികാരികൾ പോലീസ് അന്വേഷിച്ചിട്ട് ഇത് യാതൊരു തെളിവുകളും കിട്ടില്ലെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഉന്നത അധികാരികൾ ഇതിനകത്ത് നേരിട്ട് ഇവിടെ എത്തി, കമ്മീഷണറടക്കം നേരിട്ടെത്തി അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. അതുവരെ പ്രതിഷേധത്തിനിടെ പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. ഔദ്യോഗികമായിട്ട് കുത്തുന്ന കളക്ടറാണ് ഈ റോഡ്. മനോഹരന്റെ കുടുംബത്തിന് നീതി ലഭിക്കുക, മനോഹരന്റെ കുടുംബത്തിന് നീതി ലഭിക്കുക, മനോഹരന്റെ കൊലപാതകളെ അറസ്റ്റ് ചെയ്യുക, പോലീസ് രാജ് അവസാനിപ്പിക്കുക. BJP പ്രവർത്തകരും ഹിൽ പാലസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സുബി വിശ്വനാഥൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സുബി, ഏതായാലും പോലീസിന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇത് കുറ്റക്കാരായ പോലീസുകാർ, അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഒരു സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു, അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. കൂടുതൽ നടപടികളിലേക്ക് ഈ സംഭവം നയിക്കുമോ? രഞ്ജിത്ത്, കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഉപരോധം നടത്തുന്നത്. തൃപ്പൂണിത്തുറ വൈക്കം റോഡ് കുത്തിയിരുന്നുകൊണ്ടാണ് ഉപരോധം. ഏതാണ്ട് 1.5 മണിക്കൂറായി ഈ ഉപരോധം തുടങ്ങിയിട്ട്. നേരത്തെ ഇവർ പോലീസുമായി സംസാരിച്ചപ്പോൾ ഒരാൾക്കെതിരെ നടപടിയെടുത്തു, ബാക്കിയുള്ളവർക്കെതിരായ നടപടികൾ 1 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കാം എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പോലീസ് മാറിയപ്പോഴാണ് ഈ റോഡ് ഉപരോധത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുന്നത്. ഏതായാലും ശക്തമായ ഉപരോധമാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയത്തിനകം തന്നെ ഈ മനോഹരന്റെ കുടുംബത്തെ സന്ദർശിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ BJP പ്രവർത്തകരും ഈ ഹിൽ പാലസ് സ്റ്റേഷനിലേക്ക് അല്പം മുമ്പ് മാർച്ച് നടത്തിയിരുന്നു. ഏതായാലും പോലീസ് പ്രകോപനപരമായ ഇടപെടലുകളൊന്നും തന്നെ നടത്തുന്നില്ല. സമാധാനപരമായി തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഉപരോധ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരാൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടിയെടുത്തത്. അതായത് ദൃക്സാക്ഷികൾ പറഞ്ഞ ഒരു അടി കൊണ്ടു ഒരാൾ അടിച്ചു എന്ന് പറയുന്ന SI ജിമ്മി ജോസിനെതിരെ മാത്രമാണ് നടപടിയെടുത്തിരിക്കുന്നത്. അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഷൻ. ഏതായാലും ബാക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ റോഡ് ഉപരോധ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ മരിച്ച മനോഹരന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. രഞ്ജിത്ത്, ഈ അന്വേഷണം പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് അറിയുന്നു. ഈ ഒരു പോലീസുകാരനെതിരെ ഉള്ള നടപടിയിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ളതാണ്. കാരണം കസ്റ്റഡിയെടുത്തുമായി ബന്ധപ്പെട്ട് നിരവധി പോലീസുകാർ കുറ്റക്കാരായി വരുന്നുണ്ടല്ലോ, അതിലേക്ക് കാര്യങ്ങൾ എത്തുമോ? രഞ്ജിത്ത്, ഇതിൽ ഒരു കാര്യമുള്ളത്, ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇയാളെ മർദ്ദിക്കുന്നതിന് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു. അത് കണ്ടവർ ആ മൊഴികൾ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ഇവിടെ ഈ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ മനോഹരനെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ അയാൾ അവശനിലയിലായിരുന്നു. അതിനുശേഷം ഈ ഹിൽ പാലസ് സ്റ്റേഷനിൽ വെച്ചോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവരുന്ന ജീപ്പിനകത്ത് വെച്ചോ ഈ മനോഹരന്
മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. അതറിയണമെങ്കിൽ പൂർണ്ണമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുക വേണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അത് മാറി അവിടെ ഇപ്പോൾ പോലീസ് സർജൻമാർ ലീവ് ആയതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് മൃതശരീരം കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. അതിനുശേഷം മാത്രമേ ഈ സംഭവത്തിന് പിന്നിൽ മർദ്ദനമേറ്റിട്ടാണോ മരണം ഉണ്ടായിരിക്കുന്നത്, അതോ കൂടുതൽ പോലീസുകാർ ഇയാളെ മർദ്ദിച്ചുവോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മനോഹരന്റെ മൃതശരീരം അല്പസമയത്തിനകം തന്നെ തൃശൂരിലേക്ക് കൊണ്ടുപോകും. രഞ്ജിത്ത്, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നിരാഹാര സമരം യൂത്ത് കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു. BJP വലിയ പ്രക്ഷോഭത്തിലാണ് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ വലിയ ഒരു പ്രക്ഷോഭം ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മനോഹരന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണമാണ് ആവശ്യം. ഈ പ്രക്ഷോഭക്കാരുടെ ആവശ്യം സുവി, ഈ മരണത്തിന് ഉത്തരവാദികളായവർ ഈ ഒരു പോലീസുകാരനെതിരായ നടപടിയിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങരുത് എന്നുള്ളതാണോ? കൂടുതൽ ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, ഇവർ ഈ പ്രക്ഷോഭകർ പറയുന്ന ഒരു കാര്യം, ഇതിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ട്, എല്ലാ പോലീസുകാർക്കെതിരെയും നടപടി വേണം എന്നാണ്. അതായത് ഈ വാഹന പരിശോധനയ്ക്ക് എത്തിയത് 4 പോലീസുകാരാണ്. അതിൽ ഒരാൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. SI ജിമ്മി ജോസിനെതിരെ മാത്രമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ബാക്കി പോലീസുകാർക്കെതിരെയും നടപടി വേണം എന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഏതായാലും വലിയ പ്രക്ഷോഭത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. നമുക്ക് ഇവരോട് ചോദിക്കാം, നിങ്ങളുടെ ആവശ്യം എന്താണ്? മുഴുവൻ പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്നാണ്. അന്ന് ഈ മനോഹരൻ എന്ന് പറഞ്ഞ ഈ യുവാവിനെ തല്ലിക്കൊന്ന ആ വണ്ടിയിലുണ്ടായ 4 പോലീസ് ഉദ്യോഗസ്ഥരെയും HSO അടക്കം അവരെ 5 പേരെയും സസ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം. ഇതിൽ നിന്നും മാറ്റി അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. അല്ലാതെ ഞങ്ങളുടെ ഈ സമര നടപടി അവസാനിക്കില്ല. ഈ നിരാഹാര സമരം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഇതിനകത്ത് ഇവർ പറയുന്നത് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റിരുന്നു ഇയാൾക്കെന്ന് പറയുന്നുണ്ടോ? സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമൊന്നും ഏറ്റിട്ടില്ല. പോലീസുകാർ ആ സ്പോട്ടിൽ വെച്ച് ഹെൽമറ്റ് ഊരി അടിച്ച്, 4 പോലീസുകാരെ അടിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് അടിച്ച് അയാൾ ബോധരഹിതനായി വീണു. വലിച്ചഴച്ച് വണ്ടിയിലേക്ക് ജീപ്പിനകത്തോ? ജീപ്പിനകത്ത് മരിച്ച അവിടെ നിന്ന് ആ കുഴഞ്ഞാണ് ഇങ്ങോട്ട് അടിയേറ്റ് പുള്ളി വീണ് അങ്ങനെ അവർ ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇയാൾ മദ്യം കഴിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ മദ്യം കഴിച്ചിട്ട് ഇതിനു മുമ്പും കഴിച്ചിട്ടില്ല, അപ്പോഴും കഴിച്ചിട്ടില്ല. പുള്ളി വണ്ടി നിർത്തിയില്ല എന്നൊരു കുറ്റാണ്. കാരണം ഇതിന് കുറ്റം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ധൈര്യസമേതം വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പുള്ളി ധൈര്യസമേതം അങ്ങോട്ട് പോകുന്നു. ഈ പുള്ളിയെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ പോലീസുകാർ വന്ന് ഈ ഇതുപോലുള്ള ഈ മർദ്ദിച്ച് ഇത്ര ഒറ്റയടിക്കെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇവർ 4 പേരും അത് കഴിഞ്ഞ് തല്ലി അവശതയായി അങ്ങനെ വീണ്. ഒരാളെ കൊല്ലാനുള്ള അധികാരമൊന്നും ഒരു ഗവൺമെന്റും ആർക്കും കൊടുത്തിട്ടില്ല. എന്തൊക്കെ നടപടികൾ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഇതിലുണ്ടായിരുന്ന ഈ 5 പോലീസുകാർ HO അടക്കം 5 പോലീസുകാരെയും ഇതിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് കാണണം. ഇതായാലും സമരക്കാർ പറയുന്നത് 5 പേർക്കെതിരെ നടപടി വേണം എന്നാണ്. SHO ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് നടപടി പറയുന്നത്. ഈ 4 പോലീസുകാർ, വാഹന പരിശോധന നടത്തിയ 4 പോലീസുകാർ, അതിൽ ഒരാൾക്കെതിരെ ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരുന്നു. അത് മാത്രം പോരാ, അവർക്കെതിരെ കേസെടുത്ത് വിചാരണ നടത്തണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഈ സമരക്കാരുടെ ആവശ്യം. അതിൽ SHO ഉൾപ്പെടെ, ഈ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് SHO ഉൾപ്പെടെ നടപടിക്ക് വിധേയനാക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. ഏതായാലും മണിക്കൂറുകളായി ഈ ഉപരോധ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ വൈക്കം റോഡിലാണ് ഈ ഉപരോധം നടക്കുന്നത്. പോലീസ് അങ്ങ് അകലെ പോലീസ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും വരും ദിവസങ്ങളിലും ഈ പ്രക്ഷോഭം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ BJP പ്രവർത്തകരും ഇവിടേക്ക് മാർച്ച് നടത്തി. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ സമരങ്ങൾ ഉണ്ടാകും. വലിയ പ്രക്ഷോഭത്തിൽ തന്നെയാണ് കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയത്തിനകം തന്നെ ഈ മരിച്ച മനോഹരന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും.
ഏതായാലും ക്രൂരമായ മർദ്ദനത്തിനാണ് ഈ മനോഹരൻ വിധേയനായിരിക്കുന്നത് എന്നാണ് ദൃക്സാക്ഷികളും അതുപോലെ നാട്ടുകാരും എല്ലാം തന്നെ പറയുന്നത്. ഒപ്പം തന്നെ മദ്യപിക്കാത്ത ആളെ എന്തിന് വലിച്ചിഴച്ച് ഈ പോലീസ് ജീപ്പിൽ കയറ്റി എന്നൊരു ചോദ്യവും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശരി. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിക്കെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക സത്യഗ്രഹം. രാജ്ഘട്ടിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലാണ് സത്യഗ്രഹം ഇരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാൻ വേണ്ടിയാണ് അയോഗ്യനാക്കിയതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി തുടങ്ങിയ നേതാക്കളാണ് മഹാത്മാഗാന്ധി സമാധിയായ രാജ്ഘട്ടിൽ സത്യഗ്രഹമിരിക്കുന്നത്. മോദി സർക്കാരിനെതിരെ രാജ്യത്തുടനീളം ഇനിയും സത്യഗ്രഹം നടക്കുമെന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ഖർഗെ പറഞ്ഞു. പ്രധാനമന്ത്രി ഭീരുവാണെന്നും ഇക്കാര്യം പറഞ്ഞതിന്റെ പേരിൽ തന്നെ ജയിലിലടച്ചാലും പ്രശ്നമില്ലെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം. कायर है इस देश का प्रधानमंत्री, लगा दो केस मुझ पर, लगा दो केस मुझ पर, जेल ले जाओ मुझे भी, लेकिन सच्चाई ये है कि इस देश का प्रधानमंत्री कायर है. വിഷയം നാളെ പാർലമെന്റിൽ ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. അദാനി വിഷയത്തിൽ JPC അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന് പുറമെ രാഹുലിനെ അയോഗ്യനാക്കിയത് പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാളെ പാർലമെന്റ് മാർച്ചും നിശ്ചയിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയതിനെതിരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സത്യഗ്രഹം തുടരുകയാണ്. KPCCയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ഗാന്ധി പാർക്കിലാണ് സത്യഗ്രഹം. BJP ജനാധിപത്യത്തെ കയ്യിലെടുത്ത് അമ്മാനമാടുകയാണെന്നും ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് തകർന്നു പോകില്ലെന്നും പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് K. സുധാകരൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനാണ് ശ്രമമെന്നും BJPക്കും മോദിക്കുമെതിരെ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നും എറണാകുളത്ത് സത്യഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. കോഴിക്കോട് നടന്ന സത്യഗ്രഹ സമരം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത കാരണം വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷം എന്ത് നിലപാടെടുക്കും? തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് തങ്ങളുണ്ടാകുമെന്ന് ഇടതുപക്ഷം ആവർത്തിക്കുന്നുണ്ടെങ്കിലും അയോഗ്യതയ്ക്കിടയാക്കിയ സാഹചര്യം ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ നിലപാടെടുക്കുന്നതിൽ ഇടത് ക്യാമ്പിലും ആശയക്കുഴപ്പമുണ്ട്. രാഹുലിന് പിന്തുണ നൽകുന്നതിൽ ഐക്യപ്പെട്ട സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ ചേരി ഇക്കാര്യത്തിൽ പക്ഷേ രണ്ടു പക്ഷത്താണ്. അയോഗ്യത റദ്ദാക്കാനാവാതെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തുമോ? ഇത്തരമൊരു സാഹചര്യമുണ്ടായാൽ ഇടതുപക്ഷം മത്സരരംഗത്തുണ്ടാവരുതെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹം. രാഹുലിന് ഇതുവരെ നൽകിയ പിന്തുണ ആത്മാർത്ഥമാകണമെങ്കിൽ ഇടതു സ്ഥാനാർത്ഥിയില്ലാതെ രാഹുലിന്റെ പകരക്കാരൻ ജയിക്കണമെന്ന് കോൺഗ്രസ് വാദിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് നടന്നാൽ തങ്ങൾ മത്സരിക്കുമെന്ന് തന്നെയാണ് ഇടതു നിലപാട്. വിഷയത്തെ CPM വിശദീകരിക്കുന്നത് ഇങ്ങനെ: രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതല്ല, രാഹുൽ ഗാന്ധിയോട് BJP എടുത്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടിനെ ശക്തിയായിട്ട് എതിർക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ആരെങ്കിലും പിന്തുണക്കുന്നതോ പാർട്ടിയെ പിന്തുണക്കുന്നതല്ല. പക്ഷേ രാഹുലിനല്ലെങ്കിൽ പിന്നെ ആർക്കാണ് CPM പിന്തുണ നൽകിയതെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഇതുവരെ രൂപപ്പെട്ട ഐക്യം ഇക്കാര്യത്തിലില്ല. CPM സംസ്ഥാന സെക്രട്ടറിയെ K. സുധാകരൻ പരിഹസിച്ചത് ഇങ്ങനെ: രാഹുൽ ഗാന്ധിയാണ് ഇവിടെ പ്രശ്നം. ഇവിടെ ചർച്ച രാഹുൽ ഗാന്ധിയുടെ അംഗത്വമാണ്. ഈ പിന്തുണ കൊടുത്തത് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പിന്നെ ആർക്കാണെന്ന് പോയി നമ്മൾ പറയണം. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് എന്തോ സാരമായ പ്രശ്നമുണ്ട്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അയോഗ്യതയുള്ളതിനാൽ രാഹുലിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരും. BJPയുടെ പകപോക്കൽ നിലപാട് തുറന്നു കാട്ടാൻ രാഹുലിനെ പിന്തുണച്ചത് ഉപതെരഞ്ഞെടുപ്പ് രംഗത്ത് വേണമോ എന്നതാണ് ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വയനാട്ടിൽ ഒന്നിക്കുന്നത് അണികളെ ആശയക്കുഴപ്പത്തിലാക്കുമെന്നതും ഇടത് കേന്ദ്രങ്ങളെ കുഴയ്ക്കുന്നു. അതേസമയം രാഹുലിനെ അയോഗ്യനാക്കിയ രാഷ്ട്രീയം ചർച്ചയാവുന്ന തെരഞ്ഞെടുപ്പിൽ എന്തു പറഞ്ഞ് വോട്ട് തേടുമെന്നതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് എന്നത് ഒരു വിദൂര സാധ്യത മാത്രമാണ് എന്നതാണ് ഇക്കാര്യത്തിൽ ഇരു മുന്നണികൾക്കുമുള്ള ആശ്വാസം. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തയിൽ ഇന്നിൽ ഇടവേള. മറ്റിലെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ജനതാ പാർട്ടികളുടെ ലയന നീക്കം പാളി. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി JDSലെ തർക്കമാണ് ലയനത്തിന് തടസ്സമായത്. 2.5 വർഷത്തിനു ശേഷം മന്ത്രിസ്ഥാനം നൽകണമെന്ന മാത്യു ടി തോമസിന്റെ ആവശ്യം K. കൃഷ്ണൻകുട്ടി വിഭാഗം തള്ളി.
പാർലമെന്ററി ബോർഡ് ചെയർമാൻ, പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനങ്ങളിൽ ഒന്ന് വേണമെന്ന LJDയുടെ ആവശ്യത്തിലും തീരുമാനമായിട്ടില്ല. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേരളത്തിലെ രണ്ട് ജനതാ പാർട്ടികളും ഭരണമുന്നണിയുടെ ഭാഗമാണ്. ഒറ്റ പാർട്ടിയായി മുന്നണി നിൽക്കണമെന്ന താൽപര്യം പലതവണ CPM നേതൃത്വം ഇരു പാർട്ടികളെയും അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റും സർക്കാരിൽ കൂടുതൽ പദവി ലഭിക്കാത്തൊരു തടസ്സവും ഇതാണെന്ന് ജനതാ പാർട്ടി നേതൃത്വങ്ങൾ വിലയിരുത്തിയിട്ടുമുണ്ട്. അതിനാലാണ് പലതവണ മാറ്റിവെച്ച ലയന നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമം തുടങ്ങിയത്. രണ്ടു പാർട്ടികളുടെയും സംസ്ഥാന ഭാരവാഹി യോഗങ്ങൾ ചേർന്ന് ലയനത്തിന് പച്ചക്കൊടി കാട്ടി. ലയന ഉപാധികളിലും ഏകദേശ ധാരണയായി. മാതൃപാർട്ടിയായ ജനതാദൾ എസിൽ LJD ലയിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഇപ്പോൾ ലയന നടപടികൾ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാണ്. അധികാര സ്ഥാനങ്ങൾ സംബന്ധിച്ച് JDSലെ തർക്കമാണ് പ്രധാന കാരണം. ആദ്യ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം മാത്യു ടി തോമസും K കൃഷ്ണൻകുട്ടിയും പങ്കിട്ടെടുത്തിരുന്നു. ഇത്തവണയും ആ ധാരണ നിലവിലുണ്ടെന്നാണ് മാത്യു ടി തോമസ് അനുകൂലികളുടെ വാദം. എന്നാൽ കൃഷ്ണൻകുട്ടി വിഭാഗം ഇത് അംഗീകരിക്കുന്നില്ല. ലയിച്ച് ഒറ്റ പാർട്ടിയായാൽ മാത്യു ടി തോമസിന്റെ അവകാശവാദത്തിന്റെ ശക്തി കുറയുമെന്ന് കൃഷ്ണൻകുട്ടി കരുതുന്നു. LJDയിൽ നിന്ന് വരുന്നവർക്ക് മാത്യു ടിയേക്കാൾ താല്പര്യം കൃഷ്ണൻകുട്ടിയോടാണ് എന്നതുതന്നെ കാരണം. മാത്രമല്ല, അവർക്കൊപ്പമുള്ള MLA KP മോഹന്റെ പിന്തുണയും കൃഷ്ണൻകുട്ടിക്ക് ലഭിക്കും. ഇത് മനസ്സിലാക്കിയാണ് ലയനം പരമാവധി വൈകിപ്പിക്കാൻ മാത്യു ടി തോമസ് ശ്രമിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷ പദവി കഴിഞ്ഞാൽ പാർലമെന്ററി പാർട്ടി ബോർഡ് ചെയർമാൻ, പാർലമെന്ററി പാർട്ടി നേതാവ്, സെക്രട്ടറി ജനറൽ സ്ഥാനങ്ങളാണ് ജനതാ പാർട്ടികളിൽ പ്രധാനം. ഇതിൽ പാർട്ടി അധ്യക്ഷൻ, പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനങ്ങളിൽ JDSൽ ഇപ്പോൾ മാത്യു ടി തോമസ് ആണ്. പാർലമെന്ററി പാർട്ടി സ്ഥാനം KP മോഹന് വേണ്ടി LJD ആവശ്യപ്പെടുന്നുമുണ്ട്. അത് വിട്ടു നൽകാൻ മാത്യു ടി തോമസ് തയ്യാറല്ല. പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനം നിലനിർത്താനാണ് മാത്യു ടിക്ക് താല്പര്യം. അതിലൂടെ മന്ത്രിസ്ഥാനവും അദ്ദേഹം ലക്ഷ്യമിടുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ JDS ആർക്കൊപ്പമെന്ന വലിയ ചോദ്യവും ജനതാ പാർട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ദേവഗൌഡ BJPക്കൊപ്പം പോയാൽ സംസ്ഥാനത്തെ രണ്ട് ജനതാ പാർട്ടികളെയും അത് പ്രതിസന്ധിയിലാക്കും. ലയനം വൈകാൻ ഒരു കാരണമായി ഇതും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. അരിക്കൊമ്പനെ തളയ്ക്കാൻ മുന്നൊരുക്കം. അരിക്കൊമ്പൻ ദൌത്യത്തിനെതിരെ കോടതിയെ സമീപിച്ച മൃഗസ്നേഹികളുടേത് തീവ്ര നിലപാടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. അവരോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ. ആനയെ മയക്കുവടി വെക്കേണ്ട സാഹചര്യമാണുള്ളത്. കാട്ടിലേക്ക് തിരിച്ചയക്കണമെങ്കിലും ആനയെ പിടിക്കണം. പിടിക്കരുത് എന്ന നിർദ്ദേശം അപ്രായോഗികമെന്നും മന്ത്രി പറഞ്ഞു. മയക്കുവടികളിൽ നിന്ന് ഒരിക്കൽ വഴുതിപ്പോയവനാണ് ഇടുക്കിയിലെ അരിക്കൊമ്പൻ. 5 മയക്കുവടികളെ അതിജീവിച്ചവൻ. കുങ്കി ആനകൾക്ക് പോലും പിടികൊടുക്കാതെ കാടുകയറിയവൻ. അതുകൊണ്ട് ഇത്തവണ വ്യത്യസ്തമായ കെണിയൊരുക്കിയാണ് അരിക്കൊമ്പനെ കൊടുക്കാൻ വനംവകുപ്പ് കാത്തിരിക്കുന്നത്. 2017 അരിക്കൊമ്പൻ ദൌത്യത്തെക്കുറിച്ച് അന്ന് സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർ അബ്ദുൾ ഫത്ത വിവരിക്കുന്നു. ആ ദൌത്യത്തിന്റെ ദൃശ്യങ്ങളും കാണാം. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസിന്റെ റിപ്പോർട്ടിലേക്ക്. ന്യൂസ് 18. അരിക്കൊമ്പൻ ദൌത്യം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ 2017 ഇതേ ദൌത്യത്തിൽ പങ്കാളിയായ ഡോക്ടർ അബ്ദുൾ ഫത്താഹ് നമ്മളോടൊപ്പം ചേരുകയാണ്. അന്നത്തെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. സാർ, എന്തൊക്കെയായിരുന്നു അന്ന്, എങ്ങനെയുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്? 100ഓളം ഫോറസ്റ്റ് സ്റ്റാഫുകൾ കൂടിച്ചേർന്ന ഒരു വലുതായിട്ടൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നത്. പിന്നെ 2 കുങ്കീസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് രണ്ടും നമ്മുടെ മുതുമല ആന ക്യാമ്പിൽ നിന്ന് കൊണ്ടുവന്ന 2 കുങ്കീസ് ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷന്റെ ഏറ്റവും അവസാന സമയത്താണ് നമ്മുടെ വയനാടിൽ നിന്ന് ബാക്കി കുക്കീസിനെ കൊണ്ടുവന്നത്. നമ്മൾ 2017 ജൂലൈയിലാണ് മലകിട്ടാൻ സോരയുടെ രാജാവായ അരിക്കൊമ്പനെ പിടികൂടാൻ മുൻപ് വനംവകുപ്പ് ശ്രമിച്ചത്. ഡോക്ടർമാരും വനംവകുപ്പ് ജീവനക്കാരും ഉൾപ്പെടെ 100ഓളം വരുന്ന സംഘം 10 ദിവസം ആനയെ നിരീക്ഷിച്ചു. തുടർന്ന് ജൂലൈ 25 രാവിലെ 6 മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ദൌത്യം ആരംഭിച്ചു. ഡോക്ടർ അരുൺ സക്രിയയ്ക്കും പെരിയാർ ടൈഗർ റിസർവിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ അബ്ദുൾ ഫത്തയ്ക്കുമായിരുന്നു മയക്കുവെടി ഉതിർക്കുന്നതിനുള്ള ചുമതല. 3 തവണ ശ്രമിച്ചാണ് അനുയോജ്യമായ സ്ഥലത്തെത്തിച്ച് ആദ്യ മയക്കുവെടി ഉതിർത്തത്. അരിക്കൊമ്പൻ കുറച്ചുനേരം മയങ്ങി നിന്നെങ്കിലും പിന്നീട് ഓടി. സന്ധ്യ മയങ്ങിയതോടെ ആദ്യ ദിനത്തിലെ ദൌത്യം അവസാനിപ്പിക്കുകയായിരുന്നു. 2 ദിവസം അടുപ്പിച്ച് മയക്കുവെടി വെച്ചായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ചിന്നക്കനാൽ ഡാമിന് മുകളിലുള്ള സ്ഥലത്താണ് മയക്കുവെടി വെച്ച്. അന്ന് ആന മയങ്ങി കിട്ടിയപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ട് വീണ് തുടങ്ങിയതിനാൽ അന്ന് നമ്മൾ ആ ഓപ്പറേഷൻ അവിടെ വെച്ച് നിർത്തുകയായിരുന്നു. രാത്രി വാച്ചർമാരുടെ കണ്ണുവെട്ടിച്ച് ആന കിലോമീറ്ററുകൾ നടന്നു.
രണ്ടാം ദിനത്തിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സിമന്റ് പാലത്തും സമീപ മേഖലകളിലും വെച്ച് മയക്കുവെടികൾ വെച്ചു. ആന കുറച്ചുനേരം മയങ്ങി നിന്നെങ്കിലും മലമുകളിലേക്ക് കയറിയതിനാൽ പിടികൂടുക എന്നത് അസാധ്യമായി. തമിഴ്നാട് മുതുമലയിൽ നിന്നെത്തിച്ച കരീം, വെങ്കിടേഷ് എന്നീ കുങ്കിയാനകളാണ് പ്രധാനമായും ദൗത്യത്തിൽ ഉണ്ടായിരുന്നത്. വാഹനത്തിൽ കയറ്റാൻ സാധിക്കാതെ വന്നതോടെ റേഡിയോ കോളർ ഘടിപ്പിക്കാൻ ശ്രമം നടന്നു. എന്നാൽ കുങ്കിയാനയായ കരീമിനോട് അരിക്കൊമ്പൻ സഹകരിക്കാതെ വന്നതോടെ അതും ഉപേക്ഷിച്ചു. ആനക്യാമ്പിൽ നിന്നെത്തിയ പാപ്പാൻ കൊമ്പന്റെ കാലിൽ വടം ബന്ധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. തുടർന്ന് വനംവകുപ്പ് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. മൂന്നാർ ഏരിയ അറിയാമല്ലോ, കൂടുതലും ഹില്ലി ഏരിയയാണ്. അപ്പം നമ്മൾക്ക് ആനയെ എവിടെ വെച്ച് സേഫായിട്ട് നമുക്ക് ആനയെ കാണുന്ന സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെച്ചാലും ആന ആ സമയം തന്നെ ഓടിക്കളയും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആന അടുത്ത് പോയി പിന്നെ എവിടെ പോയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തൊട്ടടുത്ത ദിവസം ആനയിറകലിലെത്തി വെള്ളം കുടിച്ച് അരിക്കൊമ്പൻ കാട് കയറി. കഴിഞ്ഞ തവണ ആനയെ പിന്തുടർന്ന് വെടിവെക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഇത്തവണ ബലഹീനതകൾ മനസ്സിലാക്കി സിമന്റ് പാലത്തേക്ക് ആകർഷിക്കാനുള്ള വനംവകുപ്പിന്റെ ശ്രമം വിജയിക്കുമെന്ന് തന്നെയാണ് അന്ന് ദൗത്യത്തിൽ പങ്കാളിയായ ഡോക്ടർ അബ്ദുൾ ഫത്തയുടെ വിലയിരുത്തൽ. തേടിച്ചെന്ന് മയക്കുവെടി വെക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഒരു ആനയെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്ത്, ആനയെ അരിയും അതുപോലത്തെ സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങളെല്ലാം കൊടുത്ത് നമ്മളെ ആനയെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തൊരു ടെറൈനാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ച് മയക്കുവെടി വെക്കുകയാണെങ്കിൽ നമുക്ക് മയങ്ങി കിട്ടുന്ന സ്ഥലം റോഡ് ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണെങ്കിൽ എളുപ്പം തന്നെ ആനയെ കുങ്കീസിൻ്റെ സഹായത്തോടുകൂടി ലോറിയിൽ കയറ്റി കോർണാടേക്ക് മാറ്റാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ കുങ്കിയാന കരീമും കൂട്ടാളികളും പരാജയപ്പെട്ടെടുത്ത് കേരളത്തിന്റെ സ്വന്തം കോന്നി സുരേന്ദ്രനും സംഘവും അരിക്കൊമ്പന്റെ ചെറുത്തുനിൽപ്പുകളെ തോൽപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. ഇടുക്കി പെരിയകനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജീപ്പിന് നേരെ പാഞ്ഞെടുത്ത ആന വാഹനത്തിന്റെ ചില്ല് തകർത്തു. ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. പെരിയകനാൽ എസ്റ്റേറ്റിന് സമീപത്ത് വെച്ച് ജീപ്പിന് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത് എന്നാണ് കരുതുന്നത്. நேராக வந்தோடனே வண்டி ஃப்ரெண்ட் தாக்கிருச்சு. ஃப்ரெண்ட் தாக்கி நாங்கள் வண்டி ரிவர்ஸ் எடுக்கிறதுக்குள்ள அது அதாவே கொண்டு வந்து கீழே பள்ளத்தில் இறக்கி விட்டுருச்சு. வண்டியை இறக்குடைய வண்டியில் ரொம்ப சேதப்படுத்திக்கிட்டே இருந்துச்சு. அதில் பின்னாடி சேதப்படுத்தும் போது ஃப்ரெண்டில் 2 பேர் இறங்கிட்டோம். இறங்கி ஃப்ரெண்டில் ஓடிட்டோம். உடனே அவரை பார்த்து ஃபாலோ பண்ணி போகிறோம். அப்படியே நாங்கள் பேக்கில் டோர் லாக்கு கண்ணாடி உடச்சு நாங்கள் வெளியே எஸ் ஆகி இங்கிட்டு வந்துட்டோம். எங்களுக்கு பின்னாடி ஒரு 50 மீட்டർ ഫോളോ பண்ணிருச்சு. വാഹനത്തിന്റെ ഗ്ലാസിൽ ആന അടിക്കുകയും തള്ളി നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടെ പുറകിലെ സീറ്റിലിരുന്ന യാത്രക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി. ഇവരെ ആക്രമിക്കുവാനും ആന ശ്രമിച്ചു. ഈ സമയം ഡ്രൈവറും വാഹനത്തിൽ നിന്ന് ഇറങ്ങി. കുറേ ദൂരം യാത്രക്കാരെ ആന പിന്തുടർന്നു. അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. ന്യൂസ് 18 ഇടുക്കി. വാർത്തയിൽ നിന്നിൽ ഇടവേള. മുൻപ് ദിവസേഷ കോൺഗ്രസ് പ്രക്ഷോഭപാതയിലാണ്. രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു. ദില്ലിയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ കോൺഗ്രസ് ഏതായാലും പ്രതിഷേധം ഘടിപ്പിക്കുകയാണ്. ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ സത്യഗ്രഹം നടക്കുകയാണ്. രാജ്ഘട്ടിലാണ് ഇന്ന് പ്രധാനമായും സത്യഗ്രഹം നടക്കുന്നത്. രാജ്ഘട്ടിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, കെ.സി. വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളാണ് സത്യാഗ്രഹത്തിൽ നേതൃത്വം നൽകുക. ഏതായാലും രാവിലെ നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഒരുമിച്ച് എല്ലാ നേതാക്കളും രാജ്ഘട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ മുകുൾ വാസ്നിക്, കെ.സി. വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ രാജ്ഘട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് പ്രവർത്തകരും ഇതിനോട് തന്നെ രാജ്ഘട്ടിന് സമീപത്ത് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോൾ രാജ്ഘട്ടിൽ സത്യാഗ്രഹത്തിന് അനുമതി നൽകുന്നില്ല. പോലീസ് അത്തരമൊരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഒന്ന്, പോലീസ് പറയുന്നത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഈ മേഖലയിൽ ഉണ്ടാകും. രണ്ടാമതായി ക്രമസമാധാനം. ഈ 2 വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് ഏതായാലും ഇവിടെ അനുമതി നൽകാതിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകരും നേതാക്കളും ഏതായാലും രാജ്ഘട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സത്യാഗ്രഹം 10:30 മണിക്കാണ് സത്യാഗ്രഹം നിശ്ചയിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരം നടക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രതിഷേധം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കാരണം പാർലമെന്റ് സമ്മേളിക്കുന്ന സമയമാണ്. നാളെ വീണ്ടും പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കും. ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ നാളെ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ
MP സ്ഥാനം റദ്ദാക്കിയതടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. നിലവിൽ തന്നെ JPC അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ പാർലമെന്റിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിഷയം കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ സഭാ നടപടികൾ സ്വാഭാവികമായും പ്രക്ഷുബ്ധമാകും. യൂത്ത് കോൺഗ്രസും സമരവുമായി രംഗത്ത് വരികയാണ്. നാളെ യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. നേതാക്കളോട് എല്ലാം തന്നെ ഡൽഹിയിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഡൽഹിയിൽ തെരുവുകളിൽ പലയിടങ്ങളിലും ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ ബാനറുകളിലും ഫ്ലക്സ് ബോർഡുകളും സൂചിപ്പിക്കുന്നത് 2000 കോടി രൂപ ആരുടെ നിക്ഷേപം എന്ന വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത് ആരാണ്, അദാനിയുടെ നിക്ഷേപകൻ ആര്, അദാനിക്ക് വേണ്ടി ഫണ്ട് ചെയ്താര് തുടങ്ങിയ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും സമാനമായ ആരോപണം ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ഉന്നയിച്ചിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ സത്യഗ്രഹത്തിനായി ഇപ്പോൾ രാജ്ഘട്ടിലെ അനുമതി നിഷേധിച്ചാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം രാകേഷ്. കാരണം വലിയ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ ആ ഒരു പ്രതിരോധം കേന്ദ്ര സർക്കാർ തീർക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന് ഒരു ജീവവായുവായി ഈ സംഭവവികാസങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. കാരണം വലിയ തിരിച്ചടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ മോദിക്കെതിരെ ഉണ്ടാകുന്നു. കോൺഗ്രസ് ഒന്നാകെ ഉണരുന്നു. രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നു വിവിധ സംസ്ഥാന കമ്മിറ്റികളടക്കം. ഇത്തരത്തിൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഉണർവായി ഈ സംഗതികൾ മാറ്റാനുള്ള സാഹചര്യം കൂടി ഒരുങ്ങി വരുന്നില്ലേ? രഞ്ജിത്ത്, അങ്ങനെ വേണം അതിനെ കരുതാൻ. കാരണം സാധാരണഗതിയിൽ BJPക്കെതിരെ പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം BJPക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോഴും പ്രതിപക്ഷ പാർട്ടികളിൽ ഭൂരിഭാഗവും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് കോൺഗ്രസുമായി ഒന്നിച്ച് BJPക്കെതിരെ സമരം ചെയ്യുന്നതിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ താല്പര്യമുണ്ടായിരുന്നില്ല. കോൺഗ്രസും BJPയും ഒരുപോലെ എതിർക്കണമെന്ന നിലപാട് ഈ പാർട്ടികൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത, ആ വിഷയം വരുമ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുന്നൊരു തൃപ്പൂണിത്തുറയിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച മനോഹരന്റെ വീട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദർശിച്ചു. ഇത് എത്ര ക്രൂരമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കുറേ നാളുകളായി നിരവധി പരാതികളാണ് അവിടുത്തെ SHOയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത്. ഇത് തന്നെയാണ്. ആര് എന്നാലും, വാദി എന്നാലും പ്രതി എന്നാലും നടക്കണം. അതിന് നടപടിയെടുക്കണം. ഒരു കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടക്കണം. കൊലക്കുറ്റത്തിന് അവർക്ക് കേസെടുക്കണം. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം. അവരെങ്ങനെ ജീവിക്കും? നഷ്ടപരിഹാരം അവരൊക്കെ വീട്ടിൽ നിന്നുള്ള സ്വത്ത് കണ്ടുകെട്ടി ഈടാക്കട്ടെ സർക്കാർ. അപ്പോൾ ഇവർ ജീവിക്കണ്ടേ കുടുംബത്തിന്? മനുഷ്യൻ വഴി കൂടി പോകണവനെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് എന്തോരം പേര് പോകുന്ന അവരെയൊക്കെ വഴിയിലിട്ട് തല്ലിക്കൊല്ലാൻ പറ്റും? പോലീസിന് എന്ത് അധികാരമുള്ളത്? എന്ത് അധികാരത്തിന്റെ പുറത്തുള്ളത്? ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഞങ്ങൾ ഈ കുടുംബത്തിന്റെ കൂടെ ഉണ്ടാവും. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ. VD സതീശൻ മനോഹരന്റെ വീട്ടിലെത്തി. അതിനുശേഷമാണ് ഈ വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തിയത്. മറ്റു ചില വാർത്തകളിലേക്ക്. മകൻ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാകാൻ കഴിയാത്തത് കടുത്ത ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നുകൊണ്ടാണെന്ന് പിതാവ് ഉണ്ണി. ഇതുവരെ ഒരിക്കൽ പോലും ഹാജരാകാതിരുന്നിട്ടില്ല. കോടതി വാറണ്ട് അയച്ചുവെന്ന പത്രവാർത്തയെക്കുറിച്ച് അറിയില്ലെന്നും ഉണ്ണി പ്രതികരിച്ചു. നിലവിൽ CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. 14-ാം തീയതി നമുക്ക് സമൻസ് കിട്ടി. വക്കീലിനെ വിളിച്ച് പറഞ്ഞു, നമ്മൾ തീരെ വയ്യ, സുഖമില്ല, ഇടത്തോട്ട് നടന്നു പോകുമ്പോൾ മാത്രമായിട്ട് നിൽക്കാനും പറ്റില്ല, വീഴും, ബാലൻസ് ഇല്ല. ഈ ഇവിടുത്തെ ഈ ലെഫ്റ്റ് സൈഡിലെ 45-50% അടുപ്പിച്ച് ബ്രെയിൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു വക്കീലിനോട്. പ്രയാസമാണ് സാറേ, അല്ലെങ്കിൽ ഇവർ വേണം കൊണ്ടുപോകാൻ എന്നെ. അവരുടെ കാലും മറ്റേ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ലിഗ്മെന്റ്സ് ഒക്കെ പൊട്ടിയിരിക്കുക. പാലക്കാട് CPM നേതാവ് PK ശശിക്കെതിരെ കൂടുതൽ സഹകരണ ബാങ്ക് ഭരണസമിതികൾ രംഗത്തിറങ്ങും. PK ശശിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് മണ്ണാർക്കാട്ടെ കോളേജിൽ നടത്തിയ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ CPM നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. സഹകരണ ബാങ്കുകളിലെ നിയമനങ്ങളും പരിശോധിക്കും. PK ശശി ചെയർമാനായ മണ്ണാർക്കാട് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഓഹരികൾ പിൻവലിക്കാൻ കുമരംപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM നിയന്ത്രണത്തിലുള്ള മറ്റു ബാങ്കുകളും സമാന നടപടിക്കൊരുങ്ങുന്നത്. അലനല്ലൂർ സർവീസ് അർബൻ ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ ബാങ്ക്, മണ്ണാർക്കാട് എംപ്ലോയീസ് സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഈ കോളേജിൽ കോടികളുടെ നിക്ഷേപങ്ങൾ നടത്തിയത്. പാർട്ടി അനുമതിയില്ലാതിരുന്നിട്ടും PK ശശി സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് മാത്രമാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ ഓഹരികൾ എടുത്തത്.
ഓഹരികൾ പിൻവലിക്കാൻ പി.കെ. ശശിക്ക് പിന്തുണയുള്ള ഭരണസമിതികൾ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. സഹകരണ ബാങ്കുകളിലെ നിയമനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. കോളേജിന്റെ നിലനിൽപ്പിനായി വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യാനും ബാങ്കുകൾ പണം നൽകിയിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 3 വർഷത്തേക്ക് 40,000 രൂപ വീതമാണ് ഇത്തരത്തിൽ നൽകിയിട്ടുള്ളത്. ചെറുകിട ക്രെഡിറ്റ് സൊസൈറ്റികളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പിൻവലിക്കാനാണ് നിർദ്ദേശം. പാർട്ടി അനുമതിയില്ലാതെ ഇത്തരം ഇടപെടലുകൾ നടത്തിയ പി.കെ. ശശിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 പാലക്കാട്. വിവാദ കൃഷി ഓഫീസർ ജിഷാമോളുടെ തട്ടിപ്പുകൾക്ക് പിന്നാലെയാണ് ആലപ്പുഴ പോലീസ്. സിനിമാ കഥയെപ്പോലും വെല്ലുന്നതാണ് ജിഷയുടെ ജീവിതം. ചെറുപ്പക്കാർ ഉൾപ്പെടെ നിരവധി പുരുഷന്മാരുമായി നിഗൂഢമായ ബന്ധം. ഒട്ടേറെ യുവാക്കളാണ് ഇവരുടെ ചതിയിൽപ്പെട്ടത്. കള്ളനോട്ട് കേസിനെക്കുറിച്ച് അന്വേഷിച്ച പോലീസിന് ലഭിച്ച വിവരങ്ങളാണിത്. എഡിറ്റഡ് ചിത്രങ്ങളും ഹണി ട്രാപ്പും അടക്കം സംഭവബഹുലമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരങ്ങൾ. കണ്ടാൽ താളപ്പിഴകളൊന്നും തോന്നാത്ത ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥ. സമീപിക്കുന്ന ആരെയും വാക്ചാതുരിയും പെരുമാറ്റവും കൊണ്ട് കയ്യിലെടുക്കുന്നവൾ. എന്നാൽ സങ്കീർണതകളും ദുരൂഹതകളും നിറഞ്ഞതാണ് എം ജിഷമോൾ എന്ന മുൻ എടത്വ കൃഷി ഓഫീസറുടെ ജീവിതമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 9 വർഷങ്ങൾക്ക് മുമ്പാണ് ജിഷമോൾ പാലക്കാട് സ്വദേശിയെ പരിചയപ്പെടുന്നത്. പാരൽ കോളേജ് അധ്യാപകനും കർഷകനുമായ ഇയാൾ കൃഷി സംബന്ധമായ ചില ആവശ്യങ്ങൾക്കാണ് ജിഷയെ സമീപിക്കുന്നത്. ബന്ധം വളരുകയും വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു. സർവീസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന കാലത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനും സഹതാപം പിടിച്ചുപറ്റാനും വേണ്ടിയാണ് ജിഷ ഗർഭം ധരിച്ചതെന്നാണ് ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. മകൾക്ക് 1 വയസ്സോളമായപ്പോൾ ജിഷയുടെ ചില അസ്വാഭാവിക പെരുമാറ്റങ്ങൾ സഹിക്കാനാവാത്തത് മൂലം ബന്ധം ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് പാലക്കാട് സ്വദേശിയുടെ മൊഴി. പരിചയപ്പെടുന്ന പുരുഷന്മാരുമൊത്തുള്ള ചിത്രങ്ങൾ പകർത്തുന്ന രീതി ജിഷയ്ക്ക് പതിവായിരുന്നു. കൃഷി ഓഫീസിലും മറ്റിടങ്ങളിലുമായി സൗഹൃദം സ്ഥാപിച്ച പലരുമൊത്തുള്ള നിരവധി ചിത്രങ്ങൾ പോലീസ് കണ്ടെടുത്തു. പിന്നീട് ഇവർ വിട്ടുപോകാതിരിക്കാനായി ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അത്തരത്തിൽ അകപ്പെട്ട ഒരാളാണ് ടാക്സി ഡ്രൈവറായ 24-കാരൻ. ചില സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യാനായി ജിഷയെ സമീപിച്ച ഈ ചേർത്തല സ്വദേശി പിന്നീട് വീട്ടിലെ നിത്യസന്ദർശകനും താമസക്കാരനുമായി മാറുകയായിരുന്നു. മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് ഇയാളെ വിവാഹം കഴിച്ച രീതിയിലുള്ള നിരവധി ചിത്രങ്ങൾ ജിഷയുടെ ഫോണിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ടാക്സി ഡ്രൈവറുമായി പ്രണയബന്ധത്തിലായിരുന്ന പെൺകുട്ടിയെ ഒഴിവാക്കുന്നതിനായി ജിഷ ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജിഷയ്ക്ക് കള്ളനോട്ടുകൾ നൽകിയെന്ന് അന്വേഷണ സംഘം ആദ്യം കരുതിയ മലപ്പുറം സ്വദേശിയും സമാനമായ രീതിയിൽ അകപ്പെട്ട ആളാണ്. കള്ളനോട്ടുകൾ കൈമാറിയ കളരിയാശാൻ അജീഷുമായി സൗന്ദര്യ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജിഷ അടുക്കുന്നത്. പിന്നീട് ജിഷയുടെ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യങ്ങളുമുള്ള ആളായി അജീഷ് മാറി. കള്ളനോട്ട് വ്യാപാരത്തിന് ജിഷ കൂട്ടുനിന്നത് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടല്ലെന്നും ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധം മുറിയാതിരിക്കാനാണെന്നുമാണ് പോലീസ് നിഗമനം. 10,500 രൂപയുടെ കള്ളനോട്ടുകൾ അജേഷ് നൽകിയപ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫർ വഴി ജിഷ പകരം നൽകിയത് 11,000 രൂപയാണ്. അറസ്റ്റിലായ ശേഷം പേരൂർക്കട മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ജിഷയെ തിരികെ മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഉടൻ അപേക്ഷ നൽകും. കേസിൽ നിഗൂഢതകളുടെ ചുരുളുകൾ ഇനിയുമേറെ അഴിക്കാനുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ന്യൂസ് 18 ആലപ്പുഴ. 36 ഉപഗ്രഹങ്ങളുമായി ISROയുടെ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത്. വിക്ഷേപണം വിജയകരമാണെന്ന് ISRO അറിയിച്ചു. വൺ വെബിന്റെ വാണിജ്യാടിസ്ഥാനത്തിലെ രണ്ടാമത്തെ വിക്ഷേപണമാണ് ഇത്. ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന വമ്പൻ പദ്ധതിയാണ് വൺ വെബ് ലക്ഷ്യമിടുന്നത്. Here we have a majestic lift-off, 640 tons of powerhouse steering through the sky. Magnificent sight indeed. जी हाँ, सफलतापूर्ण उत्थापन LVM-3M3 प्रमोचन यान का आकाश में गर्जना करता हुआ यह सबसे भारी रॉकेट है इसरो का. फर्स्ट स्टेज परफॉर्मेंस नॉर्मल. Here from the mission control center we can feel the vibrations of the launch. 10, 9, 8, 0. Plus 5 seconds. Lift off normal.
Here we have a majestic liftoff, 640 tons of powerhouse steering through the sky. A magnificent sight indeed. മറ്റു ചില വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വീണ്ടും കർണാടകത്തിൽ. BJP കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്ന അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിധാൻ സൗധയിൽ സാമൂഹ്യ പരിഷ്കർത്താവും ലിംഗായത്ത് പരമാചാര്യനുമായ ബസവേശ്വരയുടെയും ബംഗളൂരു നഗരത്തിന്റെ സ്ഥാപകനായ കെബ്ബ ഗൌഡയുടെയും പ്രതിമകൾ അമിത്ഷാ അനാച്ഛാദനം ചെയ്യും. ലിംഗായത്ത് ഒക്കലിംഗ സമുദായങ്ങളെ കൂടെ നിർത്തുകയാണ് BJPയുടെ ലക്ഷ്യം. നെടുമ്പാശ്ശേരിയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. അപകടം പരിശീലന പറക്കലിനിടെ ഒരാൾക്ക് പരിക്ക്. റൺവേ അടച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തുവരുന്നത്. ഹെലികോപ്റ്റർ നെടുമ്പാശ്ശേരിയിൽ തകർന്നു വീണു. പരിശീലന പറക്കലിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഒരാൾക്ക് പരിക്കുണ്ട്. ഡാനി ഇപ്പോൾ ഡാനി, എന്താണ് സംഭവിച്ചത്? ഡാനി കേൾക്കാമോ? രഞ്ജിത്ത് കേൾക്കാം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള കോസ്റ്റ് ഗാർഡിന്റെ ഹാങ്ങർ ഉണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അടക്കം അവിടെയാണ് ഉള്ളത്. അവർ പരിശീലനത്തിനും അതോടൊപ്പം തന്നെ മറ്റു പറക്കലിനും വേണ്ടി ഈ ഹാങ്ങറിൽ നിന്ന് പിന്നീട് നെടുമ്പാശ്ശേരിയിലെ റൺവേയിലേക്ക് എത്തുകയും തുടർന്ന് പറന്ന് പൊങ്ങുകയുമാണ്. ആ രീതിയിലാണ് അവർ ഇത് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പരിശീലന പറക്കലിന്റെ ഭാഗമായിട്ട് ഹാങ്ങറിൽ നിന്ന് പറന്ന് ഉയരുന്ന ഹെലികോപ്റ്റർ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര റൺവേക്ക് 5 മീറ്റർ അപ്പുറത്ത് വെച്ചാണ് പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ 3 പേരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്, ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇത് 3 പേരും നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് 3 പേർക്കും പരിക്ക് ഗുരുതരമല്ല. 3 പേരെയും പരിക്ക് ഗുരുതരമല്ല. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇത് അപകട കാരണം എന്തെന്ന് വ്യക്തമായിട്ടുള്ള ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. യന്ത്ര തകരാറാണ് കാരണമെന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തലുള്ളത്. കോസ്റ്റ് ഗാർഡിന്റെയും മറ്റും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിൽ റൺവേ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ താൽക്കാലികമായി 2 മണിക്കൂർ അന്താരാഷ്ട്ര റൺവേ അടച്ചിരിക്കുകയാണ്. ഈ അപകടത്തെ തുടർന്നാണ് അടച്ചിട്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇത് ഈ മറ്റ് സുരക്ഷാ ഭീഷണികളൊന്നുമില്ല എന്ന റിപ്പോർട്ടിന് ശേഷം ഇത് റൺവേ തുറന്നു കൊടുക്കും. എന്തായാലും ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണത്തിന് ഇതിനകം തന്നെ കോസ്റ്റ് ഗാർഡ് ഉത്തരവ് ഇട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ഈ വിമാനത്താവളത്തിന് ഈ സമീപമാണ് ഈ അപകടമുണ്ടായത്. ഭാഗം കൊണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ജനവാസ മേഖലയിലേക്കൊക്കെ ഇത്തരം അപകടം സംഭവിച്ചു വരുന്നതിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരുന്നു. അങ്ങനെ ഒരു വലിയ അപകടം തലതാഴേക്ക് മാറിപ്പോയി എന്നും വേണേൽ വ്യാഖ്യാനിക്കാം, അല്ലേ രാനി? തീർച്ചയായും രഞ്ജിത്ത്. കാരണം ഇത് നമുക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പരിസരം നമ്മൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഇടമാണ് രഞ്ജിത്തിനുൾപ്പെടെ. കാരണം ഇതിന് വിമാനത്താവളത്തിന്റെ മതിൽക്കെട്ടിന് തൊട്ടപ്പുറത്ത് ചുറ്റും വീടുകളും മറ്റു കെട്ടിടങ്ങളും നിരവധിയായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നെടുമ്പാശ്ശേരിയുടെ അതിന്റെ ഒരു പരിസരത്തേക്ക് എത്തുന്നത് കൊണ്ട് മാത്രമാണ്, ആ ഒരു വിശാലതയിൽ വെച്ച് സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് വലിയ മറ്റു അപകടങ്ങളൊന്നുമില്ല. ഇത് വീഴുമ്പോൾ മറ്റു ചുറ്റുപാടുകൾക്കൊന്നും അപകടം സംഭവിക്കാത്ത രീതിയിലേക്ക് ഈ രീതിയിൽ ഇപ്പോൾ 3 പേർക്കും ചെറിയ പരിക്കുകൾ മാത്രം എന്ന രീതിയിലേക്ക് വാർത്തകൾ എത്തുന്നതിന്റെ ഒരു ആശ്വാസമുണ്ട്. അത് എത്തുന്നത് ഉറപ്പായും ഇത് മറ്റിടങ്ങളിലേക്ക്, അതായത് വീടുകൾക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒന്നും പതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത് ഈ രീതിയിൽ കലാശിച്ചത്. അല്ലെങ്കിൽ രഞ്ജിത്ത് പറഞ്ഞതുപോലെ നിശ്ചയമായും നെടുമ്പാശ്ശേരിയുടെ ആ മതിൽക്കെട്ട് പുറത്തേക്കായിരുന്നു അത് പതിച്ചിരുന്നുവെങ്കിൽ വലിയ രീതിയിൽ ഒരു അപകടത്തിലേക്ക് അത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണത്തിന് തന്നെ ഈ തുടക്കത്തിൽ തന്നെ ഉത്തരവിട്ടിട്ടുള്ളത്. എന്ത് സംഭവിച്ചു എന്നതാണ്. കാരണം പറന്ന് ഉയരുമ്പോൾ ആണ് അത് യന്ത്ര തകരാറ് ശ്രദ്ധയിൽപ്പെടുക, പിന്നീട് താഴേക്ക് വിമാനം പതിക്കുക എന്നതുണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായി തന്നെ അത് കാണുന്നു. എന്തുകൊണ്ട് പ്രാഥമികമായ വിവരങ്ങൾ നൽകിയത്. അല്പം മുമ്പ് ആണ് ഈ അപകടം സംഭവിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. വാർത്തയിൽ നിന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.